പൊതുവെ പറഞ്ഞു കിട്ടുന്നത് പുതിയ പെൺകുട്ടികൾ ഇതിനകത്ത് ചെന്ന് ചാടുന്നത്, പെട്ടുപോകുന്നത് അവരെ പെടുത്തുന്നതാണെന്നുള്ളതാണ്. അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെയാണ് ആ ഫാദർ പറയുന്നത്, സാർ ഐ ആം റിയലി സോറി. ഈ MDMA, മെത്ത് അങ്ങനെ തുടങ്ങിയ കെമിക്കൽ സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പല സാഹചര്യങ്ങളിലും ഈവൻ അവർക്കൊരു വലിയ ഗ്യാങ് സെറ്റപ്പ് ഉണ്ടായിരിക്കാം, ആ സാഹചര്യത്തിൽ പെട്ടുപോയവരുണ്ടാകാം, അതിനകത്ത് പുറത്ത് ചാടാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകാം. പൊതുവെ പറഞ്ഞു കിട്ടുന്നത് പുതിയ പെൺകുട്ടികൾ ഇതിനകത്ത് ചെന്ന് ചാടുന്നത്, പെട്ടുപോകുന്നത് അവരെ പെടുത്തുന്നതാണെന്നുള്ളതാണ്. അത് ഇവർക്ക് അറിയില്ല. ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഈ നഖത്തിനകത്തൊരു ഡ്രോപ്പ് MDMA ഒരു വെള്ളത്തിനകത്ത് ചാടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അഡിക്റ്റഡ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ എത്ര സയൻറ്റിഫിക് വേർഷൻ എത്രയാണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ പെട്ടുപോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പുറത്തു വരാൻ പറ്റും. കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു പദ്ധതി അല്ലെങ്കിൽ പുതിയൊരു റിഫോർമേഷൻസ് വരുന്നുണ്ട്. അതായത് തൂഫാൻ, നമുക്കറിയാമല്ലോ, എ ബിഗ് സല്യൂട്ട്. അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്നൊരു ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം. കാരണം ഒരു വല്ലാത്ത രീതിയിലുള്ള ചേഞ്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഗ്രേറ്റ്. അപ്പോൾ അതവിടെ നടക്കട്ടെ. അതിനൊപ്പം തന്നെ ആസ് എ പേഴ്സൺ, ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഇതിനകത്ത് പുറത്ത് ചാടാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം കെമിക്കൽസോ അല്ലെങ്കിൽ ഡ്രഗ്സോ ഈവൻ ആൽക്കഹോളോ എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇറ്റ് ഈസ് കില്ലിങ് യു ബ്രെയിൻ. കാരണം നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ശരീരഭാഗങ്ങളിലുള്ള ഒന്നായ ബ്രെയിൻ സെൽസാണിത്. ബ്രെയിൻ സെൽസിനെ ഒരിക്കലും നിങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. കാരണം വൺസ് ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഡെഡ് ഫോർ എവർ. അപ്പോൾ ഇത് നേരെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ ആ ഒരു ഹാബിറ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഇത്തരം ഹാബിറ്റ്സ് ഉള്ളവരെ തിരിച്ചറിയാനുള്ള കുറേ ടെക്നിക്സുകളുണ്ട്. MDMA അല്ലെങ്കിൽ മെത്ത് തുടങ്ങിയ സബ്സ്റ്റൻസുകൾ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലോ നിങ്ങളുടെ മക്കളായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള കുറേ സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരം ആ സബ്സ്റ്റൻസുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ആദ്യം തന്നെ നിങ്ങൾ കണ്ണിൽ നോക്കിയാൽ മതി. കണ്ണിൻ്റെ കൃഷ്ണമണിക്കകം നമുക്കറിയാം അത് നോർമലി ഒരു പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നത്, ഇങ്ങനെ വളരെ ഡയലേറ്റഡ് ആയിട്ട് അത് വികസിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അവരുടെ ആ ലുക്ക് എന്ന് പറയുന്നത് സ്റ്റെയറിങ് ആയിരിക്കും. ദെൻ അവർ കണ്ണടയ്ക്കാൻ പറ്റില്ല, അവർ സ്റ്റെയറിങ് ആയിട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ദർ ഇസ് സംതിങ് അൺയൂഷ്വൽ ഇൻ ദെയർ ഐസ്. അപ്പോൾ അവർ ഒരുപക്ഷെ ആ ഒരു ഹാബിറ്റിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടാവും. സെക്കൻഡ് ആ ഒരു സിംറ്റമായിട്ട് പറയുന്നത് വെച്ചാൽ MDMA പോലെയുള്ള സബ്സ്റ്റൻസിന് സ്മെല്ലില്ലെങ്കിലും ഈ പഴുതാരയുടെയൊക്കെ ഒരു സ്മെല്ലുണ്ടാകുമെന്നാണ് പറയുക. കാരണം നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഹസ്ബൻഡോ ഭാര്യയോ മകനോ മകളോ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേരൻസിനും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്കാണ്. മൂന്നാമത്തത് ബിഹേവിയറൽ ചേഞ്ച്. പെട്ടെന്നുള്ള ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകും. സ്വാഭാവികമായിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കത്തില്ല. പെട്ടെന്നൊരു ആങ്കർനെസ്സും തനിച്ചിരിക്കാനുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാകാം. അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ആക്രമണ സ്വഭാവം കാണിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം ഇവർ ഈ ഒരു സ്റ്റേജിൽ ചെന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു ഡീഅഡിക്ഷൻ സെൻറ്ററിൽ ഇത്തരം കാര്യങ്ങൾ ഡെയിലി ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിരന്തരമായി ഇത്തരം ക്ലയൻസുകൾ വരുമ്പോൾ അവരുടെ സിംറ്റംസ് ഇതാണ്, വിത്ത്ഡ്രോവൽ സിംറ്റംസ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് ആണിത്. ദെൻ ഇവരുടെ ബോഡി കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ശരീരം മെലിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം സാധാരണയിൽ വണ്ണമുള്ള ആളുകൾ പെട്ടെന്ന് മെലിഞ്ഞ് അവരുടെ മുഖമൊക്കെ ചുക്കി ചുളുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം പോലും ഉണ്ടാവില്ല, അതായത് ആപ്പിറ്റൈറ്റ് കുറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഇതെല്ലാം കൂടെ സിംറ്റംസ് എല്ലാം കൂടെ കൂട്ടി വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ വ്യക്തി ഇത്തരം ഹാബിറ്റ്സ് ചെന്ന് ചാടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ കുറ്റമൊന്നും ആയിരിക്കത്തില്ല, പെട്ടുപോയതായിരിക്കാം. അപ്പോൾ അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഏർലി സിംറ്റംസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏർലി വാർണിംഗ് സൈൻസ്. അപ്പോൾ ആ ഒരു വലിയ എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള വാർണിംഗ് സൈൻസ്. പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാകും. ഹാലൂസിനേഷൻ എന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് പറയും, നീ അങ്ങനെ ചെയ്തില്ലേ, അത് പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ സൂക്ഷിച്ചേക്കുക. വളരെ വിപരീതമായിട്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ ദേ ആർ സ്റ്റാർട്ടിങ് ഹാലൂസിനേറ്റിംഗ്, ഇല്ലാത്തത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അടുത്തൊരു ഫേസിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഹാലൂസിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അവർ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ക്വൈറ്റ് നോട്ട് ഈസിയാണ്. അപ്പോൾ ഈ തൂഫാൻ ഇത്ര ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത് നമുക്കും ആസ് ആൻ എവറി ഇൻഡിവിജ്വൽ നമ്മളും പൂർണ്ണമായിട്ട് ഇതിലേക്ക് കൈകോർത്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെ തിരിച്ചറിയുക. കുട്ടികളായിക്കോട്ടെ, സ്റ്റുഡൻസോ അല്ലെങ്കിൽ പേരൻസോ ഈവൻ ഫാമിലി മെമ്പേഴ്സോ ഹൂഎവർ ഇറ്റ് ഈസ്, അത് കൃത്യമായി തിരിച്ചറിയാം. കാരണം ഒരു എക്സാമ്പിളോട് പറഞ്ഞു നിർത്താം. എൻ്റെ അടുത്ത് സമീപകാലങ്ങളിൽ വന്നൊരു കുട്ടി, അപ്പോൾ അദ്ദേഹം ഈ പയ്യനും ഇതേപോലെ ഇരുന്നിങ്ങനെ കണ്ണ് സ്റ്റെയർ ചെയ്യണം. പേരൻസിന് അറിയില്ല എന്താണ്, ഫാദറിന് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പം വന്നു കണ്ടു, സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഹീ ഈസ് യൂസിങ് സബ്സ്റ്റൻസ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ പേരൻസിനെ കൗൺസിൽ ചെയ്തപ്പോഴേക്കും
പിന്നെയാണ് ആ ഫാദർ പറയുന്നത്, സാർ ഐ ആം റിയലി സോറി, ഞാനും ഇത് അഡിക്റ്റഡ് ആണ്. കാരണം അദ്ദേഹം ഇവിടെയല്ല, അദ്ദേഹം മിഡിൽ ഈസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്. മകൻ ഇവിടെ ഈ അഡിക്ഷനിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ പേരൻസും ശ്രദ്ധിക്കുക, നിങ്ങളും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. തൂഫാനോട് പൂർണ്ണമായിട്ടും 100% കൈ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം. കാരണം നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പെട്ടുപോകുന്ന ആളുകൾക്ക്, ഇതിനോട് ക്രേവിങ്സ് ആൻഡ് അഡിക്ഷൻ ഉള്ളവർക്ക് അതിൻ്റെ സിംറ്റംസിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയെന്ന് വരത്തില്ല. അവർ ചിലപ്പോൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും, പല പല അപകടങ്ങളിൽ ചെന്ന് ചാടും. ചിലർ സൂയിസൈഡ് ചെയ്യും, ചിലർ ആക്രമണ സ്വഭാവമുള്ള ആളുകളാകും. അവരെ പരിരക്ഷിക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയിട്ടാണ്. അപ്പം പൂർണ്ണമായിട്ടും നല്ല ഡി അഡിക്ഷൻ സെൻറ്റേഴ്സുകളും ഇത്തരം ഈ ഹാബിറ്റ്സിനെ മാറ്റാൻ പറ്റുന്ന പല രീതിയിലുള്ള മെഡിക്കേഷൻസ് എല്ലാം സപ്പോർട്ട് ഇത്തരം ആളുകൾ കൊടുക്കണം. അവരെ നമ്മൾ വെറുതെ തഴഞ്ഞു വിടരുത് എന്നുള്ളതും കൂടി ഒരു തൂഫാനോടുള്ള എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ കൂടിയാണ്. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ജൂനിയർ സൈനിങ് ഓഫ്. ബൈ ബൈ.